യാത്ര വിജയമാണോ എന്ന ചോദ്യത്തിന് യാത്ര നിശ്ചയമായും വിജയമാണ് എന്നതാണ് എൻ്റെ പക്ഷം. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഈ യാത്രയുടെ രീതി. 2, ഈ യാത്രയ്ക്കു ശേഷം രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിന് കിട്ടിയ സ്വീകാര്യത. ഇന്ത്യ മുന്നണിയിൽ രാഹുൽ ഗാന്ധി ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് അതിൻ്റെ ഒരു ഏകോപന ബിന്ദുവായി തീർന്നത്. മൂന്നാമത്തത്, ഈ കോൺഗ്രസ് എങ്ങനെയാണ് 1985 ശേഷം പിന്നീട് ഒറ്റയ്ക്ക് അവിടെ ഭരിച്ചിട്ടേ ഇല്ല. ജഗന്നാഥ് മിശ്രയായിരുന്നു അവസാനത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ബീഹാറിൽ 1985. 90-കൾക്ക് ശേഷം രാഷ്ട്രീയം മാറുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ യാത്ര സഹായിക്കുന്നത്? ഈ 3 കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം നോക്കൂ, യാത്രയുടെ പ്രത്യേകത. ഇതിനു മുമ്പ് ബീഹാറിൽ രാഹുൽ ഗാന്ധി നടത്തിയ യാത്രയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. 4 ദിവസങ്ങളിൽ 425 കിലോമീറ്റർ ഭാരത് ജോഡോ യാത്ര നടത്തി. വളരെ പ്രധാനപ്പെട്ട ഒരു കുതിപ്പായിരുന്നു അത്. അതിൻ്റെ ഫലം എവിടെ കണ്ടു? അതിൻ്റെ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്തിയിരിക്കുന്ന ഈ യാത്ര കടന്നുപോയിരിക്കുന്നത് നിർണായകമായ ഹൃദയഭൂമിയിലൂടെയാണ്. 25 ജില്ലകളിൽ, ആകെയുള്ള 38-ൽ 25 ജില്ലകളിലൂടെ കടന്നു പോകുന്നു. 110 കോൺസ്റ്റിറ്റ്യുവൻസികൾ കവർ ചെയ്യുന്നു. 1300 കിലോമീറ്റർ യാത്ര മുന്നോട്ട് പോകുന്നു. ആ യാത്രയിൽ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങളെ നേരിട്ട് കണക്ട് ചെയ്തു. അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. യാത്ര തുടങ്ങുന്നതിന് മുമ്പും യാത്രയിലുടനീളവും തീർച്ചയായിട്ടും അതിൻ്റെ മുദ്രാവാക്യങ്ങൾ കൈവിട്ടു പോകാതിരിക്കാൻ ശ്രമിച്ചു രാഹുൽ ഗാന്ധി. എങ്ങനെയാണ് യാത്ര തുടങ്ങിയത്? ബീഹാറിൻ്റെ കഥ മാത്രം പറഞ്ഞുകൊണ്ടല്ല. സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്നതിൻ്റെ പേരിൽ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൻ്റെ പേരിൽ 65 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയതിനെതിരെ നടത്തുന്ന യാത്ര എന്നതാണ് ആദ്യത്തെ മെസ്സേജെങ്കിൽ അത് കാണിച്ചു കൊടുത്തു ഇതിലെങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടക്കുന്നതെന്ന്. കർണാടകയിലെ മഹാദേവ്പുര എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടത്തിയ ആ പഠനത്തിലൂടെ, അതിലെ കണ്ടെത്തലിലൂടെ ആറ്റം ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ് യാത്ര. ഈ യാത്ര തുടങ്ങുന്നതിന് മുമ്പ് നടത്തിയ പഠനം അത് കൺവിൻസിംഗ് ആയ രീതിയിൽ, വിശ്വാസയോഗ്യമായ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് അവതരിപ്പിക്കാൻ സാധിച്ചു. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നേരത്തെ സൂചിപ്പിച്ച റിപ്പോർട്ടേഴ്സ് കളക്റ്റീവിൻ്റെ കണക്കുകൾ കൂടിയാണ് പുറത്തു വരുന്നത്. യാത്ര തുടങ്ങുന്നതിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഗവേഷണ സംഘം നടത്തിയ പഠനം, യാത്ര അവസാനിക്കുമ്പോൾ റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് പുറത്തു കൊണ്ടുവരുന്ന 1,87,000 വോട്ടർമാരുടെ ഇരട്ടിപ്പും 1 ലക്ഷം വോട്ടർമാരുടെ കാര്യത്തിൽ സംഭവിക്കുന്ന വ്യാജ ഇരട്ടി ഡ്യുവൽ കാർഡും. ഇത് നോക്കൂ, എത്ര വലിയ ഗൗരവമേറിയ വിഷയമാണെന്ന് ബീഹാറിലെ വോട്ടർമാർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. വോട്ട് ചോരി എന്നാണ് വിളിച്ചത്, വോട്ട് തെഫ്റ്റ് എന്നാണ് പറഞ്ഞത്, വോട്ട് മോഷണം എന്നാണ്, റവല്യൂഷൻ ഇൻ ഇലക്ടറൽ ജസ്റ്റിസ് എന്നാണ് പറഞ്ഞത്, തിരഞ്ഞെടുപ്പ് നീതിയുടെ വിപ്ലവത്തിന് വേണ്ടിയുള്ള യാത്ര എന്നാണ് അതിന് കൊടുത്ത ടാഗ് ലൈൻ എന്ന് പറയുന്നത്. അത് സാധാരണക്കാരെ ആളുകളെ കണക്ട് ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. അതിൻ്റെ ഭാഗമായി ആ യാത്രയിലുടനീളം ഉപയോഗിച്ച പ്രതീകങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, ഗാന്ധിയെ ഉപയോഗിക്കുന്നു. ഗാന്ധി മൈതാനിൽ നിന്ന് അംബേദ്കർ സ്റ്റാച്യുവിലേക്കുള്ള യാത്ര, ഗാന്ധിയെയും അംബേദ്കറിനെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള യാത്ര. ഒരു മെസ്സേജും ഒരു രാഷ്ട്രീയവും അതിലുണ്ട്. ഒപ്പം നോക്കൂ, രാഹുൽ ഗാന്ധി നടന്നു പോകുന്ന വഴി ആദ്യം ജീപ്പിൽ സഞ്ചരിക്കുന്നു, പിന്നീട് നടന്ന് സഞ്ചരിക്കുന്നു, പിന്നീട് ബൈക്കിൽ സഞ്ചരിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ തോളിൽ വൈറ്റ് ടീഷർട്ടിനോടൊപ്പം ബീഹാറി ഗംഛ എന്ന് പറയുന്ന ബീഹാറിലെ ടവൽ വന്ന് വീഴുന്നു. കൂടെയുള്ള പ്രവർത്തകർക്കൊപ്പം നടന്നും മധുരം വിതരണം ചെയ്തും രാഹുൽ ഗാന്ധി പോകുന്നു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെസ്സേജാണ്. ബീഹാറിൽ ഇങ്ങനെയൊരു യാത്ര അടുത്ത കാലത്ത് കണ്ടിട്ടുണ്ടോ? ഗ്രാമങ്ങൾ, അതാണ് ഞാൻ പറയാൻ പറ്റുന്നത്. ഗ്രാമങ്ങളിൽ പോകുമ്പോൾ കാണുന്ന കാഴ്ച എന്താണ്? നേരെ ചെളിവെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. അവിടെ പോയിട്ട് മഖാന കൃഷി ചെയ്യുന്ന കർഷകരുടെ അടുത്ത് പോയിട്ട് ആ മഖാനയെക്കുറിച്ച് വിവരിക്കുകയാണ്. മഖാന എങ്ങനെയാണ്? മഖാന നമുക്കറിയാലോ, ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ജനറേഷൻ്റെ ഫുഡായിട്ട് മാറുകയാണ്. മഖാന പൊളിറ്റിക്സ് ആണല്ലോ നിർമ്മലാ സീതാരാമൻ്റെ ബഡ്ജറ്റ്. ആ മഖാന കൃഷി ചെയ്യുന്നത് ബഹുജനുകളാണ്. ആദ്യം അവിടുത്തെ സാധാരണ OBC വിഭാഗത്തിൽപ്പെട്ടവരാണെന്ന് പറയുകയാണ് രാഹുൽ ഗാന്ധി. എന്നിട്ട് അവിടെ നിന്ന് പോകുന്നത് എങ്ങോട്ടാ? അവിടെ നിന്ന് കയറുന്നത് നഗരഹൃദയങ്ങളിലേക്കും ഏറ്റവും ഒടുവിൽ യാത്ര അവസാനിപ്പിക്കുന്നു. അവിടെയാണ് ഈ യാത്ര, ആ യാത്രയുടെ മെസ്സേജ് കൊണ്ട്, യാത്ര സംഘടിപ്പിച്ച രീതി കൊണ്ട് രാഹുൽ ഗാന്ധിയെ നരേന്ദ്രമോദി ഭയക്കണം എന്ന് ഞാൻ പറയാനുള്ള കാര്യം. മോദി ആൻഡ് ടീം ഈ യാത്രയ്ക്ക് ശേഷം വരുന്ന രാഹുൽ ഗാന്ധിയെ ഭയന്നേ മതിയാവൂ. കാര്യം ഈ യാത്ര, ആ ഒരു മെസ്സേജ്, ആ ഒരു കണക്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ആ കണക്ഷനാണ് നമ്മളിന്നിപ്പോൾ അവിടെ കണ്ടത് നഗരഹൃദയത്തിൽ. 2ാമത്തെ പോയിന്റ്, ഈ യാത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഒരു ജനപ്രീതി ഉണ്ടാക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അത്ര പെട്ടെന്നൊന്നും ജനപ്രീതി ഉണ്ടാവില്ലെങ്കിലും ജനങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ സഹായിക്കും. ഒരു ആൻറ്റി ഇൻകുംബൻസിയുള്ള സ്റ്റേറ്റാണ് ബീഹാർ എന്ന് പറയുന്നത്. JDUവിൻ്റെ ഭരണത്തിലുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി ഉണ്ട്. അത് നിതീഷ് കുമാർ ഭയക്കുന്നുണ്ട്. ആ ആൻറ്റി ഇൻകുംബൻസിയുള്ള ഭരണവിരുദ്ധ വികാരമുള്ള സ്റ്റേറ്റിൽ തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഹേമന്ത് സോറനും യൂസഫ് പഠാനും മല്ലികാർജുൻ ഖർഗെയും ആനി രാജയും ഒക്കെ ചേർന്ന് പിടിച്ചൊരു മഹാഗാഠ് ബന്ധൻ പ്രതീതി നൽകുന്ന ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു മതിൽ തീർക്കുമ്പോൾ അത് ജനങ്ങൾക്ക്, വോട്ടർമാർക്ക് കൊടുക്കുന്ന കോൺഫിഡൻസ് ചെറുതല്ല. ശക്തമായ പ്രതിപക്ഷമുണ്ട് ഇവിടെ, അതായത് ഒരു കണ്ടസ്റ്റബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ഉണ്ട് ഇവിടെ എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുന്നു. അതിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ എടുത്തു നോക്കുമായിരുന്നു, സോഷ്യൽ മീഡിയ
മീഡിയയിൽ രാഹുൽ ഗാന്ധി തരംഗമായിട്ട് മാറിയിട്ടുണ്ട്. ആ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. രാഹുൽ ഗാന്ധി ഈ യാത്ര തുടങ്ങിയതിനു ശേഷം ഇന്നേ വരെയുള്ള ഇൻസ്റ്റാഗ്രാമിൻ്റെ കണക്കുകളൊന്ന് പരിശോധിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 13 ലക്ഷം ഫോളോവേഴ്സാണ് കൂടിയത്. 30 lakhs. മോദിക്ക് കൂടിയതാവട്ടെ 2.2 ലക്ഷമാണ്. ഇൻസ്റ്റാഗ്രാം പുതിയ ജനറേഷൻ അവിടെ ഉപയോഗിക്കുന്ന ഡിജിറ്റലായിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം. ചിലതൊക്കെ PR വർക്കാണെന്ന് പറഞ്ഞോളൂ. മോദി എന്താ PR വർക്ക് യൂസ് ചെയ്യുന്നില്ലേ? പക്ഷേ 13 ലക്ഷം ആളുകൾ കൂടി ഫോളോവേഴ്സ് ആയിട്ട്. ഇനി ആ വീഡിയോ നോക്കൂ. 60 കോടി മനുഷ്യർ കണ്ടിരിക്കുന്നു. 60 crore. 60 കോടി ആളുകൾ ആ വീഡിയോ തന്നെ കണ്ടു. ഏത് വീഡിയോ? മഹാദേവ്പുരയിലെ വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട്, വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസന്റേഷൻ, അവതരണം 60 കോടി മനുഷ്യർ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണെങ്കിൽ 6 ലക്ഷം പുതിയ സബ്സ്ക്രൈബേഴ്സ് വരുന്നു. രാഹുൽ ഗാന്ധിക്ക് പുതിയ ഫോളോവേഴ്സ് വരുന്നു. മോദിക്ക് അതേസമയം 1.8 ലക്ഷം ഫോളോവേഴ്സേ ഉണ്ടാവുന്നുള്ളൂ. യൂട്യൂബിൽ മാത്രം 3.7 ലക്ഷം പുതിയ സബ്സ്ക്രൈബർ രാഹുൽ ഗാന്ധിക്ക് വരുന്നു. അതേസമയം മോദിക്ക് 2.1 ലക്ഷമേ ഉണ്ടാവുന്നുള്ളൂ. അതായത് ഈ യാത്രയുടെ ഉടനീളം, അതായത് കഴിഞ്ഞ 17-ാം തീയതി മുതൽ ഇന്ന് യാത്ര അവസാനിക്കുന്ന ദിവസം വരെ സാമൂഹിക മാധ്യമങ്ങളിൽ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇവിടെ ഈ ഇത്രയും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കണക്കിൻ്റെ വർധനമുണ്ടാവുകയാണ്. അത് നൽകുന്നതൊരു മെസ്സേജാണ് എന്നതാണ് എൻ്റെ പക്ഷം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഇതെങ്ങനെയാണ് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാൻ പോകുന്നത്? കോൺഗ്രസിനെ എങ്ങനെയാണിത് പുനരുജ്ജീവിപ്പിക്കാൻ പോകുന്നത്? 1989 ശേഷം, 89 ബീഹാർ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. 1990s എസ്പെഷ്യലി. 1989 ഭഗൽപൂരിലെ റയറ്റ് നടക്കുന്നത്. ആ ഭഗൽപൂരിലെ റയറ്റ് എന്ന് പറയുന്നത് ബീഹാറിലെ 11ഓളം വരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കത്തിച്ചു കളഞ്ഞതാണ്. ജീവനോടെ പച്ചയ്ക്ക് കത്തിക്കുക എന്ന് പറയില്ലേ, അത് വലിയ രീതിയിൽ ഉണ്ടാവുന്നു. ഒരുപക്ഷെ ബേൽച്ചി ഇൻസിഡൻറ്റിന് സമാനമായ രീതിയിലുള്ള സംഭവം ഉണ്ടാവുന്നു. അത് OBC വിഭാഗത്തിൽപ്പെട്ടവർ മാത്രമല്ല, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവർ ഒക്കെ അതിനോട് വലിയ രീതിയിലുള്ള ഒരു ആ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇരയാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. 1989 എന്താ സംഭവിക്കുന്നത് അറിയാമോ? 1989 ഈ ഭഗൽപൂർ കലാപത്തിൽ മുസ്ലിം വിഭാഗം അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പമാണെങ്കിൽ 89 ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് അടർന്നു മാറുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അവിടെയുള്ള മുസ്ലിം വിഭാഗം ആരുടെത്തേക്കാണ് മാറുന്നത്? കോൺഗ്രസിൻ്റെ വോട്ട് ബേസ് ആയിരുന്നു. ജഗന്നാഥ് മിശ്ര 1985 മുഖ്യമന്ത്രിയാകുമ്പോൾ 36% വോട്ട് കൊടുത്ത് കോൺഗ്രസിനോടൊപ്പം നിന്ന മുസ്ലിം വോട്ട് ബാങ്ക് പുതുതായിട്ട് രൂപം കൊള്ളുന്ന RJD ഭാഗത്തേക്ക് പോവുകയാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ്. അവിടെയുള്ള OBC വിഭാഗവും മുസ്ലിം വിഭാഗവും കൂടി ചേർന്ന് RJDക്ക് ഏകദേശം 20% വരുന്ന പിന്തുണ നൽകുന്നു. അവിടെ നിന്ന് ദുർബലമാവുന്ന കോൺഗ്രസിനെ നമ്മൾ കാണുന്നത് 1989 ഭഗൽപൂര്, 90കളിൽ വരുന്ന മണ്ഡൽ കമണ്ഡൽ സാഹചര്യം, അതായത് മണ്ഡൽ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംവരണത്തിൻ്റെ രാഷ്ട്രീയം, ഇത് RJDയെ ശക്തിപ്പെടുത്തുമ്പോൾ ആ വോട്ട് ബാങ്ക് ചോർന്നു പോകുന്നത് കോൺഗ്രസിൻ്റെതാണ്. മുസ്ലിം യാദവ വോട്ടുകൾ ചോർന്നു പോകുന്നു. മറുഭാഗത്ത് അപ്പർ കാസ്റ്റ് വോട്ടുകൾ BJPയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതോടുകൂടി ദുർബലമാവുകയാണ് കോൺഗ്രസ്. 36-20% എന്നുള്ള കണക്കിൽ നിന്ന് മാറി 9%-ഉം 7%-ഉമാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. 7 സീറ്റും 9 സീറ്റും കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഒരു കാലത്ത് ബീഹാറിൻ്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന ആ കോൺഗ്രസ് പാർട്ടിക്ക് 1985 ശേഷം ബീഹാറിൽ ഒറ്റയ്ക്ക് ഭരണം കിട്ടിയിട്ടില്ല. ആ സാഹചര്യത്തിലേക്കാണ് ഇന്ന് വരുന്നത്. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വലിയ ടേണിംഗ് പോയിന്റായി മാറാൻ പോവുകയാണ്. ഭഗൽപൂർ റയറ്റ് പറഞ്ഞതുപോലെ തന്നെ ബേൽച്ചി റയറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബേൽച്ചിയിലെ ഒരു വലിയ ട്രാജിക് സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് 1977 അന്ന് രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി, അതായത് ഇന്ദിരാ പ്രിയദർശിനി അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ബീഹാർ സന്ദർശിക്കാൻ വരുന്നുണ്ട്. അന്ന് ബീഹാർ സന്ദർശിക്കാൻ ഒരു വലിയ ചരിത്രമായ സംഭവമാണ്. ബേൽച്ചിയിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ 11ഓളം OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കത്തിക്കുന്നത്. അപ്പോൾ ഈ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട, OBC വിഭാഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കത്തിച്ചു കൊന്നത് അറിഞ്ഞ് ഇന്ദിരാഗാന്ധി അവിടെ വരിക. ഇന്ദിരാഗാന്ധി ആണെങ്കിൽ അടിയന്തരാവസ്ഥയുടെ എല്ലാവിധ രോഷവും ഏറ്റുവാങ്ങി നിൽക്കുന്നയാളാണ്. ഇന്ദിരാഗാന്ധി വരുമ്പോൾ കാറ് പുതയുന്നു. ഇന്ദിരാഗാന്ധി അവിടെ നിറങ്ങി നടക്കുന്നു. അതേപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആനയുടെ പുറത്ത് കയറുന്നു. 60ാമത്തെ വയസ്സിൽ ഇന്ദിരാഗാന്ധി ആനയുടെ പുറത്ത് കയറി വരുന്ന വരവാണ് കാണുന്നത്. അതിനുശേഷം ആ ഗ്രാമങ്ങളിലേക്ക് പോകുന്നു, അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നു. അതിനുശേഷമാണ് ഇന്ദിരാഗാന്ധിയുടെ പൊളിറ്റിക്കൽ റീസർജൻസ്, രാഷ്ട്രീയമായ പുനരവതാരം ഉണ്ടാവുന്നത് എന്നാണ് പറയപ്പെടുന്നത്. ബേൽച്ചിയിൽ 1977 ഇന്ദിരാഗാന്ധി എങ്ങനെയാണോ ഒരു തിരിച്ചുവരവ് നടത്തിയത്, സമാനമായ തിരിച്ചുവരവ് രാഹുൽ ഗാന്ധി പട്നയിൽ വോട്ടരധികാര യാത്രയിലൂടെ നടത്തും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. നിലവിലതിനെ പ്രതിരോധിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂർ മുങ്ങിപ്പോയി. ഈ തെരഞ്ഞെടുപ്പിലെ വലിയ ഗുലാനായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. BJPയുടെ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു. ആ വജ്രായുധം ഈ വോട്ട് ചോരി, വോട്ടധികാര യാത്രയിൽ മുങ്ങിപ്പോയി എന്നതാണ് എൻ്റെ ടേക്ക്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മോദി ആൻഡ് ടീം ഈ പുതിയ രാഹുലിനെ
ഭയക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ ടേക്ക്. കാര്യം ഈ യാത്ര എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒറ്റ കണക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. അവസാനം രാഹുൽ ഗാന്ധി പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ബീഹാറിലെ ജനങ്ങളോട് പറയുന്നു 100 പേരെ വീതം ഒരു ബൂത്തിൽ നിന്ന് മാറ്റിയ 20,000-ഓളം ബൂത്തുകൾ ഉണ്ട് എന്നാണ്. 200 ആളുകളെ വെട്ടിമാറ്റിയ 2,000-ഓളം ബൂത്തുകൾ ഉണ്ട് എന്നാണ്. 70% സ്ത്രീകളെയും വെട്ടിമാറ്റി 7,213 ബൂത്തുകൾ ഉണ്ട് എന്നാണ്. ഈ കണക്കുകൾ പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ജനാധിപത്യം നിലനിൽക്കണോ എന്നുള്ളതായിരുന്നു തേജസ്വി യാദവിൻ്റെ ചോദ്യം. അത് ബീഹാറിലെ വോട്ടർമാർ കേട്ടിട്ടുണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഈ നീക്കം ഗുണം ചെയ്തു. നരേന്ദ്രമോദി ഈ പുതിയ രാഹുലിനെ ഭയക്കണം എന്നതാണ് എൻ്റെ ടേക്ക്. Meet the editors.